നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിച്ച ശേഷം തിരിച്ചു നൽകാത്ത സംഭവത്തിൽ കാട്ടാക്കടയിൽ ശക്തമായ പ്രതിഷേധം. ഗോൾഡൻ വാലി ഫിനാൻസ് ഉടമ താരയ്ക്ക് നേരെയാണ് പ്രതിഷേധം. കാട്ടാക്കടയിലെ വ്യാപാരികളിൽ നിന്നുൾപ്പെടെ വലിയൊരു തുക നിക്ഷേപമായി വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇന്ന് കാട്ടാക്കട വ്യാപാര ഭവനിൽ ഇവരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. തനിക്ക് ഇപ്പോൾ മുഴുവൻ തുകയും തരാൻ നിർവാഹമില്ലെന്നും 6 മാസത്തിനുള്ളിൽ പണം നൽകാമെന്നുമാണ് താര പറഞ്ഞത്. നിക്ഷേപകർ ഇതിനെ എതിർത്തു. ഒടുവിൽ എല്ലാവരുടെയും പാസ്ബുക്ക് വാങ്ങിയ ശേഷം ഇന്ന ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്ന് രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിദേശത്തേക്ക് പോയിരുന്ന താരയെ തിരുവനന്തപുരത്ത് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് നിക്ഷേപകരുടെ മുഴുവൻ പണവും തിരിച്ചു നൽകാമെന്ന് താര വ്യക്തമാക്കിയത്. എല്ലാ സിസ്റ്റത്തിലുണ്ട് വേണം പോലീസ് ഒരു സിസ്റ്റം ഒന്ന് ബാക്കിയുള്ള കയ്യിലുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ 2 ലക്ഷത്തിന്റെ ചെക്ക് എവർക്ക് കൊടുത്തിട്ട് ഈ 2 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തിട്ട് ഏകദേശം 2.5 വർഷമായി നിങ്ങളെ ന്യായം പറയുന്നു. ഞങ്ങളെ പിരിച്ച പൈസ നിങ്ങൾ എവിടെ കൊണ്ടുവന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഫണ്ടെല്ലാം ഞങ്ങൾ ലോൺസ് കൊടുത്തിരുന്നു. പാമാങ്കോട് ബ്രാഞ്ചിൽ ഗോൾഡ് ലോൺ കൊടുത്തിരുന്നു, പ്രോപ്പർട്ടി ലോൺ ഇതെല്ലാം കൊടുത്ത് തിരിച്ചു കിട്ടണം. കുറച്ചായിട്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. ഈ പറയുന്നത് അപ്പൊ ഞങ്ങള് എന്താ ചെയ്യുന്ന പുതിയ ഇൻവെസ്റ്റർ ആ വന്ന ആള് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയത് കാരണം പുതുതായിട്ട് എനിക്കിനി ഇപ്പൊ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുവാണ്. അപ്പൊ എനിക്ക് പത്രത്തിലും വന്ന് മീഡിയയിലും വന്ന് മറുനാടൻ ന്യൂസിലും അതിലും എല്ലാം വന്ന് കോടികളും കൊണ്ട് കാനഡയ്ക്ക് മുങ്ങി തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പുതുതായിട്ട് എനിക്കിത് കാണാതെ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കണം, ഫണ്ട് ചോദിക്കണം, ഇൻവെസ്റ്ററിന്റെ അടുത്ത് പോകണം. നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. നിങ്ങളുടെ ഫണ്ട് തന്നെയാണ് സംഭവം, നിങ്ങളുടെ ഫണ്ടാണ്. ഞാനും പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പൈസ വാങ്ങി തരാം, ബട്ട് എനിക്ക് എന്താണ് സംഭവിച്ചത് കമ്പനിക്ക് എന്നുള്ളത് എനിക്ക് പറയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ദയവ് ചെയ്ത് കേൾക്കണം പ്ലീസ്. എല്ലാവരുടെ റിക്വസ്റ്റ് ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങുവാണ് സാറിന്റെ വെയിറ്റ് ചെയ്യുന്നവർ നേരത്തെ അങ്ങ് തുടങ്ങായിരുന്നു. സാർ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്താൽ. ആക്ച്വലി ഞാൻ മുത്തൂറ്റിൽ വർക്ക് ചെയ്തിട്ട് 16 വർഷം മുത്തൂറ്റിൽ വർക്ക് ചെയ്ത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനൊരു കമ്പനി സ്വന്തമായി ചെയ്യണമെന്ന് തോന്നി. ഗോൾഡൻ വാലി നിധി 3 ഡയറക്ടേഴ്സ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. താര, തുഷാർ, തോമസ്, വിനീത് 4 പേര് ചേർന്ന് ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പോകുമായിരുന്നു. 3 വർഷം ഇപ്പൊ 4 വർഷം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 4 വർഷം കംപ്ലീറ്റ് ആയി. തൈക്കാടാണ് നിധിയുടെ ഹെഡ് ഓഫീസ്. ഞങ്ങളിവിടെ കാട്ടാക്കടയും ആര്യനാട്, പാമാങ്കോട് ബ്രാഞ്ച് ഓപ്പൺ. ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 3 വർഷം നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരിലും ഉണ്ടാവാം. ആദ്യം തന്ന ഫണ്ടുകൾ കൊടുത്തു, ഫസ്റ്റ് ഇയറിൽ കൊടുത്തു. നോക്കുമ്പോൾ അത് ചിലപ്പോൾ അവിടെ പോയത്. എന്റെ മോൻ കാനഡയിലാണ്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി പെൺകുട്ടി. അവർക്ക് ഒരു റോക്ക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ട് അതായത് എൻഗേജ്മെന്റ് പോലെ. അപ്പൊ അതിന് വേണ്ടി അമ്മയ്ക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ 4 വർഷം വിസ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. 1 മന്തിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചാൽ അത് തെറ്റാണോ എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു അമ്മയെ അച്ഛനോ ആഗ്രഹം മക്കളെ എൻഗേജ്മെന്റ് നടത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ 1 മാസത്തേക്ക് പോയതാണ്. ഒരുപാട് ആക്ടർ ചേർക്കുമല്ലോ. ഫസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 20 lakhs ഒരു സെമി ശ്രീധർ എന്ന് പറഞ്ഞ ലേഡി വന്നിട്ട് അവരും കംപ്ലൈന്റ് കൊടുത്തു. അതും എന്തായി, എന്നെ വീണ്ടും ജയിലിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 1 week ആയിട്ട് തിരിച്ചിറങ്ങി എല്ലാം തൊട്ടേനെല്ലാം എനിക്ക് ബെയിൽ കിട്ടിയായിരുന്നു, ദൈവം സഹായിച്ച്. പിന്നെ അവിടുന്ന് ഇറങ്ങി 3 ദിവസം വെയിറ്റ് നിന്നു. അടുത്ത് വീണ്ടും എന്ത് ചെയ്തു, എല്ലാം പറയണം സാർ, കേൾക്കണം സാർ പ്ലീസ്. ഇത് കേട്ടിട്ട് നിങ്ങൾ പറയണം. ഞാൻ അധിക സമയം ചോദിച്ചില്ല, 10 minutes. അപ്പൊ
അടുത്ത മമ്മൂട്ടിയെ പുതിയ പടത്തിൽ നായിക കുറവുണ്ടായിരുന്നു. അപ്പൊ